നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയറും സംഘവും ഡൽഹിയിൽ പോയി. അതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ചില എതിർപ്പുകൾ, അതായത് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഭരണം നല്ല രീതിയിൽ നടക്കുന്നില്ല, മാത്രമല്ല ഭരണസ്തംഭനമുണ്ട്, മാത്രമല്ല എന്ത് നേട്ടമാണ് ഉണ്ടായത് ഈ ഡൽഹി യാത്രയിൽ നിന്നും, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ഇതിനൊക്കെ മറുപടിയുമായി മേയർ വി രാജേഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഡൽഹിയിൽ പോയതിൽ എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി മേയർ നൽകിയിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ഡൽഹി യാത്രയിൽ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തെരുവ് നായ പരിപാലനത്തിൽ ചർച്ചകൾ നടത്തി. ഒടുവിൽ 45 ദിവസം കൊണ്ട് 450 നായകളെ വന്ധീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മേയർ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചകളുടെ തുടർച്ചയായി ഉദ്യോഗസ്ഥരായ എസ് രാജീവ്, NDDB എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോമി ജേക്കബ്, റീജിയണൽ ഹെഡ് സൗത്ത് എന്നിവർ തിരുവനന്തപുരത്ത് എത്തുകയും തെരുവ് നായകളെ പാർപ്പിച്ചിരിക്കുന്ന വിഴിഞ്ഞത്തെ ഷെൽട്ടറിൽ സന്ദർശനം നടത്തിയെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിലൂടെയാണ് മേയറുടെ പ്രതികരണം. എന്താണ് മേയർ വിശദമായി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ്. നോക്കാം എന്താണ് ഡൽഹിയിൽ പോയിട്ടുള്ള പ്രധാന നേട്ടമെന്ന് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരം: തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ഡൽഹി യാത്രയിൽ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളുടെ തുടർച്ചയായി ഇന്ന് തന്നെ ഉദ്യോഗസ്ഥരായ എസ് രാജീവ്, NDDB എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോമി ജേക്കബ്, റീജിയണൽ ഹെഡ് എന്നിവർ തിരുവനന്തപുരത്തെത്തി. മാത്രമല്ല തെരുവ് നായകളെ പാർപ്പിച്ചിരിക്കുന്ന വിഴിഞ്ഞത്തെ ഷെൽട്ടർ അവർ സന്ദർശിച്ചു. അതിനുശേഷം തൃപ്തികരമായ വിലയിരുത്തലാണ് അവർ നടത്തിയത്. ശേഷം കോർപ്പറേഷനിൽ വെറ്റിനറി ഡോക്ടർ ശ്രീരാഗ്, ഷെൽട്ടർ ഉടമ ശ്രീമതി സംഗീത സുരേഷ് എന്നിവരുമായി തെരുവുനായ പരിപാലനത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് ആദ്യവാരം NDDB ഉടമസ്ഥതയിലുള്ള പോർട്ടബിൾ ABC സെന്റർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തനം തുടങ്ങും. 45 ദിവസം കൊണ്ട് 450 നായകളെ വന്ധീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൽഹിയിൽ പോയതിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങളാണ് മറുപടിയെന്നും ഇന്നലെ ഞങ്ങൾ എത്തി, ഒപ്പം ഡൽഹിയിൽ സംസാരിച്ച ഉദ്യോഗസ്ഥരും എത്തിയെന്നും വി രാജേഷ് ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയുണ്ടായിരുന്നു. എന്തായാലും ഡൽഹി യാത്രയിലുള്ള ഒരു ഗുണത്തെ പറ്റിയാണ് മേയർ വി രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവ് നായ്ക്കൾ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ കൃത്യമായ ഒരു മറുപടി അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിഷയത്തിലുള്ള ചില ഇടപെടലുകൾ ഇപ്പോൾ ശക്തമായിരിക്കുന്നു എന്ന് തന്നെ മേയറുടെ ഈ ഒരു മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ഡൽഹി യാത്രയിലായിരുന്നു മേയറും സംഘവും. ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള BJP ജനപ്രതിനിധി സംഘം വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരസഭകൾ സന്ദർശിക്കാൻ യാത്ര തിരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് മേയറും ഡെപ്യൂട്ടി മേയറും ഒഴികെയുള്ളവർ അത്തരത്തിലൊരു സന്ദർശനത്തിലേക്ക് യാത്ര തിരിച്ചത്. 100ഓളം ജനപ്രതിനിധികൾ 9 സംഘമായാണ് വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഭരിക്കുന്ന 9 കോർപ്പറേഷനുകൾ സന്ദർശിക്കുന്നത്. ഗുജറാത്തിലെ സൂറത്ത്, അഹമ്മദാബാദ്, വഡോദര, മധ്യപ്രദേശിലെ ഭോപ്പാൽ, ഗോളിയർ, ഗോവയിലെ പനജി, ഉത്തർപ്രദേശിലെ മീററ്റ്, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് നഗരസഭകളാണ് സന്ദർശിക്കുന്നത്. വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി BJP സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മേയർ വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും ഇത്തരത്തിൽ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ജനപ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജനപ്രതിനിധികൾ കൂടുതലും സ്ത്രീകളാണ്. ഇത് രാഷ്ട്രപതിയെ വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചു രാഷ്ട്രപതി. BJP ദേശീയ ആസ്ഥാനത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത സംഘവുമായി സംബന്ധിച്ചു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവർ പങ്കെടുത്തു. ഡൽഹി മേയർ രാജ ഇക്ബാൽ സിംഗ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് എന്നിവരും പങ്കെടുത്തു. അതേസമയം മോദിയുമായുള്ള കൂടിക്കാഴ്ച വലിയ പ്രതീക്ഷയോടെയാണ് താൻ ഉറ്റുനോക്കുന്നതെന്ന് നേരത്തെ മേയർ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട ചർച്ചകൾ കേന്ദ്രമന്ത്രിമാരുമായിട്ട് നടന്നു. നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി വിവിധ പദ്ധതികളെ സംബന്ധിച്ച് സംസാരിച്ചു. എല്ലാ കൗൺസിലർമാർക്കും അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെ സംബന്ധിച്ച് എല്ലാവരും പ്രതികരിക്കുകയുണ്ടായി. അമിത്ഷാ പാർലമെന്റിലായതിനാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്നും വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഡൽഹി യാത്ര കൊണ്ടുള്ള ഗുണം ബജറ്റിൽ ഉൾപ്പെടെ കാണാൻ പറ്റുമെന്ന് നേരത്തെ തന്നെ മേയർ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഭരണസ്തംഭനം എന്ന നിലവിളികൾക്ക് പ്രസക്തിയില്ല. കാരണം ഇവർ ഈ ഒരു ഡൽഹി യാത്രയിലായിരുന്ന സമയത്ത് ഓൺലൈനായിട്ട് ഇവിടുത്തുള്ള
ഭരണം നിർവഹിച്ചിരുന്നു. 2 പ്രധാന ചുമതലക്കാരെ കോർപ്പറേഷനിൽ നിർത്തിയിരുന്നു. നഗരസഭയുടെ ഫണ്ട് കൊണ്ടല്ല ഡൽഹി യാത്രയെന്നും വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു. നഗരസഭയിലെ 50 BJP കൗൺസിലർമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കായി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലെത്തിയത്. കേരള എക്സ്പ്രസിലായിരുന്നു യാത്ര. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കൗൺസിലർമാർക്ക് സ്വീകരണമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയായിരുന്നു പരിപാടിയിലെ പ്രധാനപ്പെട്ട ഭാഗം. കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാൽ ഖട്ടറുമായും നിതിൻ ഗഡ്കരിയുമായും ജോർജ് കുര്യനുമായും സന്ദർശനമുണ്ടായി, കൂടിക്കാഴ്ചയുണ്ടായി. എന്തായാലും മേയർ ഇപ്പോൾ ഈ ഒരു വിവരം അറിയിച്ചു. അതായത് നേരത്തെ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ച വിഷയം. ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരണം എന്ന് നോക്കാം, കമൻറ്റുകളൊന്ന് നോക്കാം. മാറാത്തത് ഇനിയും മാറും, ഭരിക്കുന്നത് ആരാണെന്ന് മറക്കേണ്ട എന്നതടക്കമുള്ള പ്രതികരണമാണ് മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെ വരുന്നത്. മിസ്റ്റർ മേയർ, അങ്ങ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കക്ഷികളിൽ എല്ലാ കൗൺസിലർമാരുടെയും എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പെയ്ഡ് ബൂസ്റ്റർ ചെയ്യുന്ന ഒരു പ്രമുഖ കൗൺസിലർ പിന്നീട് സംഘടനയ്ക്ക് ബാധ്യതയാകാതെ ശ്രദ്ധിക്കുക എന്ന ഒരു കമൻറ്റ് കൂടി കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട്. വേഗത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന പ്രതീക്ഷ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു തെരുവ് നായ്കളെ വന്ധീകരിച്ച് ഷെൽട്ടറിൽ താമസിപ്പിക്കണം, വെളിയിൽ വിടരുതെന്ന നിർദ്ദേശങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയും പ്രവർത്തിക്കുമെന്നത് കേരളത്തിന് പുതിയ അറിവാണ് എന്നാണ് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഏത് കാര്യത്തിനും നെഗറ്റീവ് അഭിപ്രായം പറയുന്നവർ ഏറെയാണ്. മതം, രാഷ്ട്രീയം എന്നിവ മനസ്സിൽ വെച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യട്ടെ, അപ്പോൾ അതിലേറെ പേർ അനുകൂലിച്ചുമെത്തും. ഈ ഭരണം എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണെന്ന് മനസ്സിലാകുന്നു. മറ്റു പാർട്ടിക്കാരെ പോലെ പക്ഷപാതം, അഴിമതി എന്നിവ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നടപടി ഉടൻ എടുക്കണം. പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര മെമ്പറുടെ വാർഡിലെ കാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല മറ്റൊരു കമൻറ്റ്, വിലയിരുത്താൻ സമയമായിട്ടില്ല, കിട്ടിയത് കളയാതിരിക്കാനുള്ള വിവേകമുണ്ടായാൽ മതി എന്ന് വേറൊരാൾ കുറിക്കുന്നു. ഡൽഹിയിൽ തെരുവ് നായ്ക്കളെ വന്ധീകരിച്ച ശേഷം വീണ്ടും തെരുവുകളിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ രീതിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്തുകാർ യഥാർത്ഥ ഭരണം കാണാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് മറ്റൊരാൾ കമൻറ്റിലൂടെ പറയുന്നു. തീർച്ചയായും മാതൃകാ വികസനം സാധ്യമാകും. ഭാരതത്തിന്റെ സുപ്രധാന കോർപ്പറേഷനായി തിരുവനന്തപുരം മാറും, ശുഭപ്രതീക്ഷ എന്ന മറ്റൊരു കമൻറ്റ് കൂടി നിറഞ്ഞിട്ടുണ്ട്. ഞാനൊരു BJP പാർട്ടി അനുഭാവിയൊന്നുമല്ല, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഇത്തവണ BJP പാർട്ടി 190 സീറ്റുകൾ നേടി കേരളം ഭരിക്കും. രാജീവ് മുഖ്യമന്ത്രിയാകും. മോദിയുടെ പ്രഭാവം കേരളം കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്നതടക്കമുള്ള കമൻറ്റുകളും നിറയുന്നുണ്ട്. വെള്ളക്കെട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കമൻറ്റുകളിൽ കുറിക്കുന്നുണ്ട്. എന്തായാലും മികച്ച സ്വീകരണം തന്നെയാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ പോയിട്ട് എന്ത് നേടി അല്ലെങ്കിൽ എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നവർക്ക് മേയർ വി രാജേഷ് നൽകിയിരിക്കുന്ന മറുപടി അത് കൃത്യമായ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വിഴിഞ്ഞത്തെ ഷെൽട്ടറിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരുവ് നായ്കൾ എത്തിച്ചപ്പോൾ പ്രസ്തുത ഷെൽട്ടർ നിയമവിരുദ്ധമാണെന്നും മറ്റുമുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വിഴിഞ്ഞത്തെ ഷെൽട്ടർ എല്ലാ നിയമങ്ങളും പാലിച്ച് നടത്തുന്നതാണെന്നും ഷെൽട്ടറിന് ആവശ്യമെങ്കിൽ സംരക്ഷണം നൽകണമെന്നുമുള്ള LSGD പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ്, അതിൻ്റെ ചില കോപ്പികളൊക്കെ മേയർ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു. മാത്രമല്ല ഡൽഹി യാത്ര കഴിഞ്ഞ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയ ശേഷം രാവിലെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ടാറിംഗ് നടക്കുന്ന വാർഡുകളിൽ സഹപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം സന്ദർശനം നടത്തിയെന്നും 2-3 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ വർക്കുകളും പൂർത്തിയാക്കാനാകുമെന്നും മേയർ വി രാജേഷ് ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. എന്തായാലും ഡൽഹി യാത്ര കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മേയർ വി രാജേഷ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.